നാം തെറ്റൊന്നും ചെയ്യാതെ പൂർണ്ണരായെങ്കിൽ മാത്രമേ ദൈവം നമ്മെ അംഗീകരിക്കൂ, അനുഗ്രഹിക്കൂ എന്ന് പൊതുവെ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നു. ദൈവം അംഗീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത അനേകരെയും കുറിച്ച് ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. അവരൊന്നും ഈ പറഞ്ഞതുപോലെ സൽഗുണപൂർണരായിരുന്നില്ല എന്നത് വ്യക്തവുമാണ്. അവരെ ദൈവം അനുഗ്രഹിച്ച് സമൂഹത്തിന് അനുഗ്രഹമാക്കിയതായി നാം കാണുന്നു. അബ്രഹാമും സാറയും പരിപൂർണരായിരുന്നില്ല. എന്നാൽ അവരെക്കുറിച്ച് ബൈബിളിൽ പറയുമ്പോഴൊക്കെ അവരുടെ ജീവിതം ദൈവത്തിലുള്ള വിശ്വാസത്തോടും വിശ്വസ്തയോടുമായിരുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അവർ പാപം ചെയ്തപ്പോൾ അതിൻ്റെ പരിണിത ഫലം അനുഭവിച്ചു. എന്നാൽ പാപം ഏറ്റുപറഞ്ഞപ്പോൾ അവരുടെ പാപമെല്ലാം ക്ഷമിക്കുവാൻ ദൈവം തയ്യാറായി. ഈ ദമ്പതികളുടെ ജീവിതം പഠിക്കുമ്പോൾ വിശ്വാസം എന്താകുന്നു എന്നും വിശ്വാസത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്നും നാം പഠിക്കുന്നതാണ്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പരീക്ഷകൾ പരിഹാരമില്ലാത്തതല്ല. നമുക്കുണ്ടാകുന്ന പരാജയങ്ങൾ പര്യവസാനവുമല്ല. ഇത് നാം കണ്ടുപിടിക്കുന്നതാണ്. ഈ ചിന്തയെ ആധാരമാക്കി ഇന്ന് നമുക്ക് ജീവസന്ദേശ പഠനത്തിൽ മുൻപോട്ട് പോകാം. ഈ പഠനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. ഇനിയും ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു ഘട്ടത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. നോഹയുടെ പുത്രനായിരുന്ന ശേമിൻ്റെ തലമുറകളെക്കുറിച്ചുള്ള വിവരണമാകുന്നു നമുക്കിവിടെ ലഭിക്കുന്നത്. പഴയ നിയമം മുഴുവൻ ഈ വംശത്തിൻ്റെ ചരിത്രമാണ്. ശേമിൻ്റെ വംശത്തിൻ്റെ ചരിത്രം. ഈ വംശത്തിലത്രേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്നു പിറന്നത്. ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിൻ്റെ 9 വരെയുള്ള വാക്യങ്ങളാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത്. ഇന്ന് 10 മുതലുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുന്നതാണ്. 10-ാം വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ശേമിൻ്റെ വംശപാരമ്പര്യമാവിത്. ശേമിന് 100 വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിന് പിമ്പ് 2 സംവത്സരം കഴിഞ്ഞ ശേഷം അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. ശേമിൻ്റെ വംശാവലി തുടർന്നുള്ള വാക്യങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം നാം വായിക്കുന്നത് ഈ 11-ാം അധ്യായത്തിൻ്റെ 24 25 വാക്യങ്ങൾ. നാഹോരിന് 29 വയസ്സായപ്പോൾ അവൻ തേരഹിനെ ജനിപ്പിച്ചു. തേരഹിനെ ജനിപ്പിച്ച ശേഷം നാഹോർ 119 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. തേരഹിൻ്റെ വംശമാണ് ഇപ്പോൾ ഇനിയും നാം കാണുവാൻ പോകുന്നത്. എന്തുകൊണ്ട് തേരഹ്? അടുത്ത വാക്യം തന്നെ ശ്രദ്ധിച്ചാട്ട്. ഉൽപ്പത്തി പുസ്തകം 11:26. തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. ഇനി നാം അബ്രാമിൻ്റെ വംശത്തെക്കുറിച്ചാണ് പഠിക്കുവാൻ പോകുന്നത്. നാം ശേമിൻ്റെ വംശത്തെക്കുറിച്ചാണല്ലോ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ വംശത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ നാം ബൈബിളിൽ മുഴുവൻ മുന്നേറുവാൻ പോകുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് വരെയും ഈ വംശത്തെ പിടിച്ച് ദൈവവചനം മുൻപോട്ട് പോകും. ഇതെല്ലാം പ്രാഥമികമായി ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യൻ പാപത്തിലാണെന്നും അവൻ പാപത്തിൽ നിന്നും രക്ഷപ്പെടണമെന്നും ദൈവം മനുഷ്യന് കാണിച്ചു കൊടുത്തു. കായീന്റെയും ഹാബേലിന്റെയും സംഭവത്തിൽ നാം കണ്ടത് അതാണ്. താനൊരു പാപിയാണെന്ന് കായീൻ സമ്മതിക്കാതിരുന്നത് ജീവിതത്തിന്റെ അഹങ്കാരമാണ്. നാം കായീനിൽ കണ്ടത് ജലപ്രളയത്തിൽ നാം പിന്നീട് കണ്ടത് ജഡത്തിന്റെ പാപമാകുന്നു. കാരണം അന്ന് ജനങ്ങൾ തങ്ങളെ തന്നെ ജഡത്തിന്റെ മോഹങ്ങൾക്കായി വിട്ടുകൊടുത്തിരുന്നു. അവർ തങ്ങളെ തന്നെ ദുഷ്ടതയ്ക്ക് വിട്ടുകൊടുക്കുകയും തങ്ങളുടെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതായിരിക്കുകയും ചെയ്തു. ദൈവത്തെ ആവശ്യമെന്നുള്ള കാര്യത്തിൽ ഈ മനുഷ്യർ അന്ധന്മാരായി. ദൈവത്തിന്റെ അവകാശവാദങ്ങളോട് അവർ ചെകിടന്മാരായും ദൈവത്തോട് മരിച്ചവരായും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരും ആയിരുന്നു. നോഹയിലൂടെ ദൈവം അവർക്കൊരു ക്ഷണം നൽകി. അവർ അത് തള്ളിക്കളഞ്ഞിട്ട് തങ്ങളുടെ ജഡത്തിന്റെ പാപത്തിൽ തുടർന്നു. എന്നിട്ടൊടുവിൽ ഇതാ ബാബേൽ ഗോപുരത്തിങ്കൽ നാം കാണുന്നത് മനസ്സിന്റെ പാപമാകുന്നു. അതായത് ദൈവത്തോട് മറുതലിക്കുന്ന പാപം. അതത്രേ ബാബേൽ ഗോപുരം. ഞാനൊന്ന് ചോദിച്ചോളട്ടെ സുഹൃത്തെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ചെറിയ ബാബേൽ ഗോപുരമില്ലേ? ദൈവത്തോട് മറുതലിക്കുന്ന അവസ്ഥ നിങ്ങളിൽ ഇല്ലേ? മനുഷ്യ സ്വഭാവത്തിൽ ദൈവത്തോട് മറുതലിക്കുക എന്നത് സ്വാഭാവികമാണ്. ദൈവത്തോട് എതിർക്കുന്ന മനോഭാവം ഇത് ജന്മപാപത്തിൽ നിന്നും ഉള്ളതായതിനാൽ എല്ലാ മനുഷ്യനും സ്വാഭാവികമായിട്ടിതുണ്ട്. സ്വന്തം
ബാബേൽ ഗോപുരങ്ങളിൽ വിഹരിക്കുവാനുള്ള താല്പര്യം, ഈ വക ദുസ്വഭാവങ്ങൾ മനുഷ്യരിൽ രൂഢമൂലമായിരിക്കുകയാണ്. അതെപ്പോഴും നിങ്ങളെ അപകടത്തിൽ മാത്രമേ കൊണ്ടെത്തിക്കൂ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ദൈവത്തിനായി നിങ്ങൾ ജീവിക്കൂ. തേരഹിന്റെ കുടുംബത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഹാരാൻ എന്ന പേരിന്റെ അർത്ഥം അമാന്തിക്കുക എന്നത്രേ. ഈ സ്ഥലത്ത് ഉൽപ്പത്തി പുസ്തകം അല്ല, ബൈബിൾ മൊത്തത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പുതിയ ദിശയിലേക്ക് തിരിയുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നെടുകെ ഒരു വലിയ മലയിടുക്ക് പോകുന്നു. ആദ്യത്തെ 11 അധ്യായങ്ങൾ ഒരു വശത്ത്, ബാക്കിയുള്ള 39 അധ്യായങ്ങൾ മറുവശത്ത്. ആദ്യത്തെ 11 അധ്യായങ്ങളിൽ 2000 വർഷത്തിലധികമുള്ള ചരിത്രം നാം കാണുന്നു. അതായത് ബൈബിളിന്റെ ബാക്കിയുള്ള ഭാഗത്തെ മുഴുവൻ സമയം ചേരുന്നത്രയും മഹത്തായ അനേകം കാര്യങ്ങൾ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ നാം കണ്ടു കഴിഞ്ഞു. അടുത്ത അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, അതായത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ, ആ വലിയ മലയിടുക്കിന്റെ അങ്ങേക്കരയാകുന്നു നാം കാണുന്നത്. ഇവിടുത്തെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. മാത്രമല്ല, നാം നമ്മുടെ നടത്തത്തിന്റെ വേഗത വളരെ കുറയ്ക്കുവാനും പോവുകയാണ്. സംഭവങ്ങളിൽ നിന്നും, അതെ, അത്യാശ്ചര്യജനകമായ സംഭവങ്ങളിൽ നിന്നും വ്യക്തികളിലേക്ക് പ്രാധാന്യം മാറുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ അവരിൽ 4 പേരും തുടർന്നുള്ള പുസ്തകങ്ങളിൽ ബാക്കിയുള്ളവരെയും നമുക്ക് കാണാവുന്നതാണ്. ആദ്യത്തെ 11 അധ്യായങ്ങളിൽ നാം 4 അതിമഹത്തായ സംഭവങ്ങൾ കണ്ടു. സൃഷ്ടിപ്പ്, മനുഷ്യന്റെ വീഴ്ച, ജലപ്രളയം, ബാബേൽ ഗോപുരം എന്നിവ. ഈ സംഭവങ്ങളിലെല്ലാം ദൈവം മനുഷ്യവർഗത്തോട് മൊത്തമായി ഇടപെടുകയായിരുന്നു. എന്നാൽ ഇതാ 12-ാം അധ്യായത്തിൽ ഒരു വലിയ വ്യത്യാസം. ഇനിയും നമ്മുടെ മുൻപിൽ 4 വ്യക്തികളെ അവതരിപ്പിക്കുവാൻ പോകുന്നു. ഇനി മേലിൽ ഒരു സംഭവമായിട്ടല്ല ദൈവം ഇടപെടുന്നത്, പിന്നെ ഒരു മനുഷ്യനുമായിട്ടാണ് ദൈവം ഇടപെടുവാൻ പോകുന്നത്. ആ മനുഷ്യനിൽ നിന്നും ദൈവം ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കും. 1-ാമത്തെ ഭാഗത്ത് നാം കാണുന്നത് അബ്രഹാം, അതെ, വിശ്വാസത്തിന്റെ മനുഷ്യൻ അബ്രഹാം. 12 മുതൽ 23 വരെയുള്ള അധ്യായങ്ങൾ. തുടർന്ന് ഇസഹാക്ക്, പ്രിയപുത്രനായ ഇസഹാക്ക്. 24, 25, 26 അധ്യായങ്ങളിൽ നാം അത് കാണുന്നു. അതിനുശേഷം യാക്കോബ്, തെരഞ്ഞെടുക്കപ്പെട്ടവനും ശിക്ഷിച്ച് നന്നാക്കിയെടുത്തവനും. ഉൽപ്പത്തി 27 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളിൽ അതത്രേ നാം കാണുന്നത്. പിന്നീട് യോസഫിന്റെ കഷ്ടവും മഹത്വവും. 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയം അതത്രേ. ദൈവവചനം മനസ്സിലാക്കുവാൻ ഈ 4 പിതാക്കന്മാർ വളരെ വളരെ പ്രധാനപ്പെട്ടവരാണ്. അവരെക്കുറിച്ചാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ നാം പഠിക്കുവാൻ പോകുന്നതും. ഈ മനുഷ്യവർഗം മുഴുവനുമായി മേലിൽ ഇടപെടുവാൻ താൻ ഇനിയില്ല എന്ന് ദൈവം കാണിച്ചു. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം നാം കായീന്റെ വലിയ പാപം കാണുന്നു. എന്തായിരുന്നു അവന്റെ വലിയ പാപം? അഹങ്കാരം. താൻ ദൈവത്തിനായി കൊണ്ടുവന്ന വഴിപാടിനെക്കുറിച്ചുള്ള അഹങ്കാരം, അവന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്ന അഹങ്കാരം. അതുകൊണ്ട് അവൻ കോപിച്ചു. തന്റെ വഴിപാട് തള്ളിക്കളയുകയും തന്റെ സഹോദരന്റെ വഴിപാട് ദൈവം അംഗീകരിക്കുകയും ചെയ്യുക മൂലം അവൻ തന്റെ സഹോദരനെ വെറുക്കുന്നു. അവന്റെ വെറുപ്പ് കൊലപാതകമായി മാറി. അതിൻ്റെ എല്ലാം മൂലകാരണം അഹങ്കാരമാണ്. ഇത്തരുണത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. സാത്താന്റെ പാപവും അഹങ്കാരമായിരുന്നു. അഹങ്കാരം മനസ്സിലെ പാപമാണ്. തുടർന്ന് ജലപ്രളയത്തിന് കാരണമായ പാപം ജഡമോഹമാണ്. മനുഷ്യജാതി മനം തിരിയുവാൻ ദൈവം പരമാവധി ക്ഷമിച്ചു. പക്ഷേ മനുഷ്യൻ കൂടുതൽ കൂടുതൽ വഷളാകുകയാണുണ്ടായത്. ജലപ്രളയത്തിന് ശേഷം ബാബേൽ ഗോപുരം വെളിപ്പെടുത്തുന്നത് ആരും ദൈവത്തെ അന്വേഷിക്കുന്നില്ല എന്നത്രേ. ബാബേൽ ഗോപുരത്തിൽ മനുഷ്യന്റെ ഭാഷ കലക്കിയതിന് ശേഷം ദൈവം മൊത്തം മനുഷ്യവർഗത്തിൽ നിന്നും ഒരു വ്യക്തിയിലേക്ക് തിരിയുന്നു. ആ വ്യക്തിയിൽ നിന്നും ദൈവം പിന്നീട് പോകുന്നത് നാം കാണുന്നത് ഒരു രാഷ്ട്രത്തെ വാർത്തെടുക്കുവാനാണ്. ആ രാഷ്ട്രത്തിന് ദൈവം തൻ്റെ വെളിപ്പാട് നൽകുകയും ആ രാഷ്ട്രത്തിലൂടെ ദൈവം ഒരു വീണ്ടെടുപ്പുകാരനെ ലോകത്തിൽ അയക്കുകയും ചെയ്യും. ദൈവത്തിന് അത് ചെയ്യുവാൻ സാധിക്കുന്ന ഒരേ ഒരു മാർഗം ഇത് മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവം. അല്ലെങ്കിൽ ഞാനിങ്ങനെ
പറയാം, മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ വേറെ മാർഗങ്ങൾ ഉണ്ടായാൽ തന്നെ ഈ പറഞ്ഞതാണ് ഏറ്റവും നല്ല മാർഗം. ഏറ്റവും നല്ല സംഗതി ചെയ്യുവാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാവുന്നതാണ്. അവൻ ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് സുഹൃത്തെ. ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തപ്പോൾ വിശ്വാസമുള്ളൊരു മനുഷ്യനെ എത്ര തെരഞ്ഞെടുത്തത്? ഏതൊരു മനുഷ്യനും അബ്രഹാമിനെ മഹാനായ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഈ ഭൂമുഖത്ത് എക്കാലവും ജീവിച്ചിരുന്നതിലേക്കും മഹാന്മാരായ വ്യക്തികളിൽ ഒരാളത്രേ അബ്രഹാം. ഇന്നും താങ്കൾ മഹാന്മാരെ എങ്ങനെയാണ് അളക്കുന്നത്? ഒന്നാമതായി ഈ പറയുന്ന വ്യക്തി പ്രശസ്തനായിരിക്കണം. തീർച്ചയായും അബ്രഹാം അങ്ങനെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തി, സെലിബ്രിറ്റി അവനായിരിക്കും. റേഡിയോയുടെയും ടെലിവിഷന്റെയും ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണുകളുടെയും ഒക്കെ ഈ കാലങ്ങളിൽ മറ്റാരെക്കാളും അധികം കേട്ടിട്ടുള്ള ഒരു പേരാകുന്നു അബ്രഹാം എന്നുള്ളത്. ഏതെങ്കിലും രാജ്യത്തിന്റെ പ്രസിഡന്റിനെ കുറിച്ചോ ഏതെങ്കിലും സിനിമാ നടന്മാരെക്കുറിച്ചോ നടിമാരെക്കുറിച്ചോ കേട്ടിട്ടുള്ളതിൽ കൂടുതൽ ലോകം അബ്രഹാമിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ലോകത്തിലെ 3 വലിയ മതങ്ങൾ പിൻപോട്ട് നോക്കുന്നത് അബ്രഹാമിലേക്കാണ്. യഹൂദമതം, ഇസ്ലാം മതം, ക്രിസ്തു മതം. അക്ഷരാർത്ഥത്തിൽ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ മറ്റാരെക്കാളും അധികം അബ്രഹാമിനെക്കുറിച്ച് കേട്ടിരിക്കുന്നു. അതെ, ഒരു മഹാനായ വ്യക്തിയുടെ ഒരു ലക്ഷണം പ്രശസ്തിയാണ്. അങ്ങനെ അബ്രഹാം പ്രശസ്തനായ മഹാനായ ഒരു വ്യക്തിയായിരുന്നു. ഒരു മഹാനായ വ്യക്തിയുടെ വേറൊരു ലക്ഷണം എന്തെന്നാൽ അയാൾ ഉത്തമ സ്വഭാവമുള്ളവനും ഔദാര്യമതിയും ആയിരിക്കണം എന്നത്രേ. അബ്രഹാമിനെ നോക്കിക്കേ. അബ്രഹാമിനേക്കാൾ ഔദാര്യമതിയായ വേറൊരു വ്യക്തിയെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ? അബ്രഹാം ചെയ്തതുപോലൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇന്നും ജീവിച്ചിരിക്കുന്നുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. താനും തൻ്റെ സഹോദരപുത്രനും കൂടി പലസ്തീൻ നാട്ടിലേക്ക് വന്നപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞത് ലോത്തിന് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കാം എന്നത്രേ. ശേഷിക്കുന്നത് മതി അബ്രഹാമിനെന്ന്. ഇന്നൊരു ബിസിനസ് ഇടപാടിൽ അങ്ങനെ ആരെങ്കിലും പറയുമോ? എന്തിന് ബിസിനസിന്റെ കാര്യം പറയുന്നു? സഭയിൽ ചെയ്യില്ലല്ലോ. ഇന്ന് വിശ്വാസികൾ എന്ന് വീരവാദം മുഴക്കുന്ന സഹോദരങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കുന്നത് ഈ പറഞ്ഞ 2 അടി സ്ഥലത്തിനും എന്തെങ്കിലും നിസാരമായ കൊടുക്കൽ വാങ്ങലിനുമൊക്കെ അല്ലേ? എന്നാൽ അബ്രഹാം ഔദാര്യമതിയായ മനുഷ്യനായിരുന്നു. സൊദോം ഗൊമോരയിലെ രാജാവിനോട് അബ്രഹാം കാണിച്ച ഔദാര്യം നിങ്ങൾ ഓർക്കുന്നുവോ? അവൻ കൊള്ളയിൽ നിന്നും യാതൊന്നും എടുക്കുകയില്ലെന്നും ഒരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ എടുക്കുകയില്ലെന്നും പറയുകയുണ്ടായി. കാരണം അവൻ ആശ്രയം വെച്ചിരുന്നത് തൻ്റെ ദൈവത്തിലായിരുന്നു. മൂന്നാമതായി, മഹാനായ ഒരു വ്യക്തി ഗൗരവമായ ഒരു സമയത്ത് ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യനും ശരിയായ സമയവും ജീവിതത്തിന്റെ നാൽക്കവലകളിൽ കണ്ടുമുട്ടണം. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അത് നിശ്ചയമായും സത്യമായിരുന്നു. ഞാൻ സൂചിപ്പിച്ചതായി ഈ 3 കാര്യങ്ങളിൽ ലോകം എന്നോട് എതിർപ്പ് പ്രകടിപ്പിക്കില്ല എന്നത്രേ ഞാൻ കരുതുന്നത്. എല്ലാവരും സമ്മതിക്കുന്ന കാര്യങ്ങളാണല്ലോ അവയെല്ലാം. എന്നാൽ ഇനിയും ഞാൻ പറയുവാൻ പോകുന്ന 4ാമത്തെ കാര്യത്തിൽ ലോകം എന്നോടൊരു പക്ഷേ യോജിച്ചെന്ന് വരില്ല. ഒരു വ്യക്തിയെ മഹാനാക്കുന്ന 4ാമത്തേതും പ്രധാനപ്പെട്ടതുമായ സംഗതി ആ വ്യക്തി ഒരു വിശ്വാസമുള്ളവനായിരിക്കണം എന്നതത്രേ. എല്ലാ മഹാന്മാർക്കും അവർ ദൈവപൈതൽ അല്ലെങ്കിൽ പോലും അവർ വിശ്വസിക്കുന്ന എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഗതികൾ കാണും, തത്വശാസ്ത്രം കാണും. ദൈവം പറഞ്ഞത് അബ്രഹാം വിശ്വാസമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നത്രേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാകുന്നു അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നതിലേക്കും പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസികളുടെ പിതാവ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം കാണുന്നത് അബ്രഹാമിന് ദൈവം 7 പ്രാവശ്യം പ്രത്യക്ഷനായി എന്നതത്രേ. ഓരോ പ്രാവശ്യവും അവന്റെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ദൈവോദ്ദേശം. അതുകൊണ്ട് അവൻ പൂർണ്ണനായിരുന്നു എന്നർത്ഥമില്ല. സംഗതിയുടെ വാസ്തവം എന്തെന്നാൽ അവൻ അനേക പ്രാവശ്യം പരാജയപ്പെട്ടു. ദൈവം അവനെ 4 പ്രാവശ്യം പരീക്ഷിച്ചു. അവയിൽ 4ലും അവൻ പരാജയപ്പെട്ടു, നിലംപരിശായി. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ കേൾക്കുന്നത്, അല്ലേ? എന്നാൽ ശിമോൻ പത്രോസിനെ പോലെ വീണ ഓരോ പ്രാവശ്യവും
അബ്രഹാം എഴുന്നേറ്റ് തന്നെ തന്നെ ഒന്ന് നേരെ ആക്കിയിട്ട് വീണ്ടും ഓട്ടം ആരംഭിക്കുകയാണുണ്ടായത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തെയും ജീവിതത്തെയും ദൈവം സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഓട്ടത്തിൽ വീണെന്നിരിക്കാം. എന്നാൽ തീർച്ചയായും നിങ്ങൾ എഴുന്നേറ്റ് വീണ്ടും ഓട്ടം ആരംഭിക്കും എന്നതാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അബ്രഹാമിന് നൽകുന്ന ത്രിവിധ വാഗ്ദത്തങ്ങളാണ് നാം കാണുന്നത്. 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നാം കാണുന്നത് ഈ വാഗ്ദത്തങ്ങളാണ്. വാസ്തവത്തിൽ ബൈബിൾ എന്ന ചക്രത്തിൻ്റെ കുടമാകുന്നു ഈ വാഗ്ദത്തങ്ങൾ. ബാക്കിയുള്ള തിരുവചനം ഈ ത്രിവിധ വാഗ്ദത്തങ്ങളെ ഒന്ന് നിവർത്തുക മാത്രമാണ് ചെയ്യുന്നതെന്ന് പറയാം. 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവം അബ്രഹാമിന് നൽകിയ ത്രിവിധ വാഗ്ദത്തങ്ങളിൽ ഒന്നാമത്തേത് ദേശമാണ്. ദൈവം അരുളി ചെയ്തത്, ഞാൻ നിന്നെ ഒരു ദേശം കാണിപ്പാൻ, മാത്രമല്ല ഞാൻ ആ ദേശം നിനക്ക് നൽകുകയും ചെയ്യും. വാഗ്ദത്തത്തിന്റെ 2-ാമത്തെ ഭാഗം ജാതിയാക്കും എന്നതാകുന്നു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഒരു രാഷ്ട്രമാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. അതോടുകൂടി തന്നെ ദൈവം അരുളി ചെയ്തത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ദൈവം അബ്രഹാമിനെ ഒരു വലിയ അനുഗ്രഹമാക്കും എന്നുള്ളതാണ് വാഗ്ദത്തത്തിന്റെ 3-ാമത്തെ വശം. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതത്ര ദൈവത്തിന്റെ ത്രിവിധ വാഗ്ദത്തങ്ങൾ. ഇനിയും ഇപ്പോൾ ഉയർന്നു വരാവുന്ന ചോദ്യം, ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തങ്ങൾ നിറവേറ്റിയോ എന്നതാണ്. അവനിൽ നിന്നും ഒരു ജാതിയെ ദൈവം ഉൽപ്പാദിപ്പിച്ചു എന്നത് തീർച്ചയാണല്ലോ, അതിനാർക്കും സംശയമില്ല. ലോകത്തിലുള്ള മറ്റേതൊരു രാഷ്ട്രത്തെക്കാളും നീണ്ട ഒരു അനുഭവക്രമം ഈ ജാതിക്ക് പറയുവാനുണ്ട്. ഈ കാര്യത്തിൽ അവരോട് തുല്യരായി വേറെ ആരും തന്നെ ഇല്ല എന്ന് വേണം പറയുവാൻ. 2-ാമത്തെ വാഗ്ദത്തത്തിന്റെ കാര്യം, അബ്രഹാം മനുഷ്യവർഗത്തിനൊരു അനുഗ്രഹമായിരുന്നോ എന്നതാണ്. അതെ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ അബ്രഹാം മനുഷ്യവർഗത്തിനു മുഴുവൻ ഒരു അനുഗ്രഹമായി തീർന്നു. മാത്രമല്ല, ദൈവവചനം മുഴുവനായി നമുക്ക് ലഭിച്ചത് അബ്രഹാമിലൂടെയാണ്. ആദ്യത്തെ വാഗ്ദത്തം ഒഴിച്ച് ദൈവം അബ്രഹാമിനോട് ചെയ്തവയെല്ലാം നിറവേറ്റി. ദൈവം അരുളി ചെയ്തു, അബ്രാമേ, ഞാൻ നിനക്ക് ആ ദേശം നൽകുവാൻ പോകുകയാണ്. അവിടെ ഇന്നും സംഭവിക്കുന്നത് എന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. എങ്ങനെങ്കിലും അവിടെ ഒന്ന് കടിച്ചു ഞാലുവാനുള്ള ശ്രമത്തിലല്ലേ ഈ പറയുന്ന ജാതി? വാസ്തവത്തിൽ അവരുടെ കൈവശം ആ ദേശമുണ്ടോ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ആ വാഗ്ദത്തം മാത്രം ദൈവം നിവർത്തിച്ചില്ലല്ലോ എന്ന്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനിയും ദൈവത്തിന്റെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചേ. 3-2 വാഗ്ദത്തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിറവേറ്റി. എന്നാൽ ദൈവം അരുളി ചെയ്തത്, അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയോ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുകയോ ചെയ്താൽ ആ ദേശത്ത് അവരെ നിലനിർത്തില്ല എന്നത്രേ. ഇന്ന് അവർ ദൈവത്തിൽ നിന്നും അകലെയാണ്. അതിന്റെ ഫലമായി അവർക്കവിടെ ആവശ്യം പോലെ പ്രശ്നങ്ങളും. ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിക്കുന്നില്ല എന്ന് പറയരുതേ സുഹൃത്തേ. താൻ ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ജാതി അവരുടെ ദേശത്താകുന്ന ഒരു ദിവസം വരും, അവരെ അവിടെ ആക്കുന്ന ഒരു ദിവസം വരും. അങ്ങനെ ദൈവം ചെയ്യുമ്പോൾ അവർ അവിടെ കടിച്ചു ഞാലുകയല്ല, മറിച്ച് ദൈവം അരുളി ചെയ്ത ദേശം പൂർണ്ണമായും അവർ അവകാശമാക്കും. ദൈവം അവർക്ക് നൽകിയ ദേശം വാസ്തവത്തിൽ അവർ ഒരിക്കൽ പോലും പൂർണ്ണമായി കൈവശമാക്കിയിട്ടില്ല. അവർക്ക് ഏറ്റവും അധികം ശക്തി ഉണ്ടായിരുന്ന കാലത്തുപോലും 30,000 ചതുരശ്ര മൈൽ മാത്രമേ അവരുടെ അധികാരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ദൈവം അവർക്ക് നൽകിയത് മുഴുവനായിരുന്നില്ല. വാസ്തവത്തിൽ ദൈവം അവർക്ക് നൽകിയത് 3 ലക്ഷം ചതുരശ്ര മൈലുകൾ ആകുന്നു എന്നോർക്കണം.
അതെ, ഒരു ദീർഘദൂരം അവർക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങളിലും ദൈവത്തിൻ്റെ സമയത്തുമാണ് അവർക്കത് ലഭിക്കേണ്ടത്. ഈ ലോകത്തിലെ ഒരു രാഷ്ട്രത്തിനോ ഒരു സംഘടനയ്ക്കോ ഈ കാര്യത്തിൽ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവമാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത്. അവൻ തൻ്റെ സമയത്ത് അത് നിർവഹിക്കും. ലോകമെമ്പാടും എന്തെല്ലാം നടന്നെന്നാലും വളരെ സമാധാനത്തോടെയാണ് ഞാൻ ഇന്ന് കഴിയുന്നത്. കാരണം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമാണെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. വർത്തമാനപത്രങ്ങളിലെ തലവാചകങ്ങൾ കണ്ട് ഭയപ്പെടാതെയും ലോകത്തിലെ സംഭവ വികാസങ്ങൾ കണ്ട് ചിന്താക്കുഴപ്പത്തിലാകാതെയും ഇവിടെ ഇരിക്കുവാൻ എന്തൊരു സുഖമാണെന്നറിയാമോ? ദൈവമാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. അവൻ തൻ്റെതായ മാർഗത്തിലൂടെ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ പോകുകയാണ്. ഇനിയും അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ 3 വാഗ്ദത്തങ്ങളുടെ വെളിച്ചത്തിൽ അവൻ എന്തു ചെയ്തു? അബ്രഹാമിന്റെ പ്രതികരണം തന്നെ നോക്കിക്കേ. 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, അതെ, മറ്റു വേദഭാഗങ്ങളിൽ നിന്നും നമുക്കറിയുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, അബ്രഹാം കൽദയരുടെ ഊരിൽ താമസിക്കുമ്പോൾ ദൈവം അവനെ വിളിച്ചുപോലും. അപ്പോസ്തലപ്രവൃത്തികൾ 7:2-4 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണും. എവിടേക്ക് പോകുന്നു എന്നറിയാതെ തന്നെ അബ്രഹാം തന്റെ ഭവനവും തന്റെ ജോലിയും ഊരിലെ ഉന്നതമായ സംസ്കാരവും ഒക്കെ വിട്ട് ദൈവത്തെ അനുസരിച്ചു. എന്നിട്ടും അതൊരു പൂർണ്ണമായ അനുസരണമായിരുന്നില്ല. കാരണം അവൻ തന്റെ കുടുംബത്തിലെ ചിലരെ കൂടി കൂട്ടത്തിൽ കൊണ്ടുപോയി എന്ന് നാം വായിക്കുന്നു. അബ്രഹാം തന്റെ പിതാവായ തേരഹിനെ കൂട്ടത്തിൽ കൊണ്ടുപോയി. ദൈവം പറഞ്ഞില്ല അങ്ങനെ ചെയ്യുവാൻ. അവനെ കൊണ്ടുപോകരുതെന്ന് ദൈവം അരുളി ചെയ്തതായിരുന്നു. തന്റെ പിതൃഭവനത്തിൽ നിന്നും തന്റെ ആ ദേശത്തു നിന്ന് തന്നെയും അബ്രഹാമിനെ വെളിയിൽ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ചത് എന്തിനാണ്? അതിന്റെ ഉത്തരം യോശുവയുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു. യോശുവ 24:2. അവർ അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു. അബ്രഹാം അന്യ ദൈവങ്ങളെ സേവിക്കുന്ന ഒരു കൂട്ടത്തിൽ നിന്നും വന്നതാണ്. ആ സമയത്ത് ലോകം വളരെയധികം തെറ്റിപ്പോയിരുന്നു. മനുഷ്യജാതിയെ സംരക്ഷിക്കുവാൻ ദൈവം ഇങ്ങനെ തന്നെ പ്രവർത്തിക്കണമായിരുന്നു. ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ മനുഷ്യവർഗത്തെ മുഴുവൻ തുടച്ചു നീക്കിയിട്ട് വീണ്ടും ആരംഭിക്കുക എന്നൊരു മാർഗമേ ദൈവത്തിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവൻ ചെയ്യാതിരുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. അല്ല, അവൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാനിവിടെ കാണുമായിരുന്നില്ല. കാരണം ഞാനൊരു പാപിയായിട്ടാണ് വന്നത്. കാര്യത്തിൻ്റെ വാസ്തവം എന്തെന്നാൽ എല്ലാ പാപികളെയും നീക്കിക്കളയണം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അവൻ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാണല്ലോ. അവൻ പാപികളെ രക്ഷിക്കുന്ന ദൈവമാണ്. വിശ്വാസം വികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല. വികാരം വിശ്വാസത്തിൽ നല്ല ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നത് ഞാൻ മറക്കുന്നില്ല. എന്നാൽ യഥാർത്ഥ വിശ്വാസം ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ച് അവനോട് പറഞ്ഞത്, അബ്രഹാം, ദൈവത്തിൽ ആശ്രയിച്ച് അവനെ അനുസരിക്കുമെങ്കിൽ ദൈവം അബ്രഹാമിനും അബ്രഹാമിലൂടെയും ചെയ്യുവാൻ പോകുന്നത് എന്തെല്ലാം ആകുന്നു എന്നത്രേ. മഹാന്മാരുടെ ജീവിതങ്ങൾ മഹത്തായ വാഗ്ദത്തങ്ങളാൽ പരിശീലിപ്പിച്ചെടുത്തതാണ് എന്ന മഹത് വചനം അബ്രഹാമിന്റെയും സാറായുടെയും ജീവിതത്തിൽ വാസ്തവമാണ്. അവരുടെ ജീവകാലം മുഴുവനുള്ള തീർത്ഥാടനത്തിന് ആവശ്യമായ വിശ്വാസവും ശക്തിയും നൽകുവാൻ പര്യാപ്തമായിരുന്നു ദൈവം അവരോട് ചെയ്ത ഉടമ്പടി. ദൈവത്തോട് വാഗ്ദാനങ്ങൾ ചെയ്ത് അല്ല നാം ആരും ആത്മരക്ഷ പ്രാപിക്കുന്നത്. പിന്നെയോ നമ്മോടുള്ള ദൈവവാഗ്ദത്തങ്ങളെ വിശ്വസിക്കുക വഴി മാത്രമാണ് നാം രക്ഷിക്കപ്പെടുന്നത്. ദൈവവാഗ്ദത്തങ്ങളോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ദൈവം താങ്കളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും എന്നുള്ളത്. ദൈവം അബ്രഹാമിന് താൻ പറയുന്നതിൻ്റെ കാരണങ്ങളോ വിശദീകരണങ്ങളോ നൽകിയില്ല. പിന്നെയോ ദൈവം അബ്രഹാമിന് വാഗ്ദാനങ്ങൾ നൽകി. ഞാൻ നിന്നെ കാണിക്കും, ഞാൻ നിന്നെ ആക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു ദേശം കാണിക്കും, അവനെ ഒരു വലിയ രാഷ്ട്രമാക്കും, ആ രാഷ്ട്രത്തെക്കൊണ്ട് ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുമെന്ന്. ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടണം എന്നത്രേ സ്നേഹവാനായ ദൈവത്തിന്റെ ആഗ്രഹം. അതിനായി ദൈവം തന്റെ മക്കളായ നമ്മെ അനുഗ്രഹിക്കുന്നു. മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാൻ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അതെ,
ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മെ ആ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത്. ഇന്നത്തെ പഠനം ശ്രദ്ധിച്ചതിന് വളരെ നന്ദി. ഞങ്ങളോടൊപ്പം നിങ്ങൾ ഈ പഠനത്തിൽ പങ്കുചേരുന്നത് വളരെ പ്രോത്സാഹനമാണ്. തുടർന്നും ഈ പഠനത്തിൽ ശ്രദ്ധിക്കുവാൻ പ്രത്യേകം നിങ്ങൾ താല്പര്യപ്പെടുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്ക് കുടുംബങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ സമാധാനവും സന്തോഷവുമുള്ള, സമൂഹത്തിൽ നല്ല മാതൃകയുള്ള കുടുംബങ്ങളായി നിൽപ്പാൻ അവിടുന്ന് സഹായിക്കണം. ഇന്ന് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കർത്താവെ, കുടുംബത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, അബ്രഹാമും സാറയും നിന്നിൽ ആശ്രയിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടതുപോലെ നിന്നിൽ വിശ്വസിച്ച് കർത്താവെ, ആ പ്രിയപ്പെട്ടവരും തങ്ങളുടെ കുടുംബത്തിൻ്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിന്നിൽ ആശ്രയിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ നല്ല മാതൃകയോടെ ചിട്ടയോടുകൂടെ വളരുവാൻ അവരെ പഠിപ്പിക്കുവാൻ മാതാപിതാക്കളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ കേട്ട വചനം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അനുഗ്രഹമാക്കി തരുന്നതോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. വചനം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.